എന്നെ കുറെ ചീത്ത വിളിക്കുന്ന ചേട്ടന്മാരുണ്ട്. ചേട്ടന്മാർ ആദ്യം ഈ വീഡിയോ കാണുക. ഞാനിപ്പോൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് ഈ കാണുന്ന ഭംഗിയുള്ള ഈ സ്ഥലത്തെ പറ്റിയാണ്. ഇത് ചുമ്മാ ഭംഗിയുള്ള ഒരു സ്ഥലം മാത്രമല്ല. ഇതൊരു ബോക്സൈറ്റിന്റെ മൈനിങ് ഏരിയയാണ്. അതിന്റെ ചുറ്റുമുള്ള ഒരു പുഴയുടെ അവസ്ഥയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. എന്നെ ഏറ്റവും കൂടുതൽ ചേട്ടന്മാർ തെറി വിളിക്കുന്നത് കാസർഗോഡ്, കണ്ണൂര്, കൊല്ലം, ട്രിവാൻഡ്രം, പാലക്കാട് ഇത്രയും ഭാഗത്തെ ആളുകളാണ് ഏറ്റവും കൂടുതൽ നമ്മളെ തെറി വിളിച്ചുകൊണ്ട് ഇൻബോക്സിൽ വരുന്നതും പിന്നെ അതുകൂടാതെ കമന്റ് ബോക്സിലൊക്കെ വന്ന് ചീത്ത വിളിക്കുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ നാട്ടിലെ പുഴ ഇതേപോലെയാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. നിങ്ങളുടെ നാട്ടിലെ ഗ്രൗണ്ട് വാട്ടർ, അതായത് കിണർ കുഴിക്കുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന വെള്ളം ഇതേപോലെയാണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കും. ഇപ്പൊ നമ്മൾ കോസ്റ്റൽ മൈനിങ്ങിനെ പറ്റി പറഞ്ഞു, പിന്നെ കരിമണൽ ഖനനത്തെ പറ്റി പറഞ്ഞു. ഇതെല്ലാം മാറ്റി നിർത്തി ഇനി ബോക്സൈറ്റ് മൈനിങ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്നുണ്ട്. അത് വരുന്നത് കാസർഗോഡ്, കണ്ണൂർ മേഖലയിലാണ്. അപ്പൊ ഈ കാസർഗോഡ് ഈ മേഖലയിൽ വരുമ്പോൾ അവിടെ അനുഭവിക്കാൻ വേണ്ടി പോകുന്ന പ്രശ്നം അത് ഇതൊക്കെ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും അങ്ങനെയൊന്നും ഇവിടെ നടക്കില്ല. ചേട്ടാ, നിങ്ങൾ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കുക. ഇന്ന് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മൈനിങ് ഏരിയയും അതിന് ചുറ്റുപാടും നടക്കുന്ന സാഹചര്യങ്ങളും അല്ലെങ്കിൽ അവിടെ ജീവിക്കുന്ന ആളുകൾക്കുണ്ടായ പ്രശ്നങ്ങളും അതിന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ നാളെ തുടങ്ങാൻ വേണ്ടി പോകുന്ന ഒരു മൈനിങ് ഏരിയ അല്ലെങ്കിൽ മൈനിങ് പ്രോജക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ ജീവിക്കുന്ന ആളുകളുടെയും അവിടെ ഉണ്ടാകാൻ പോകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും എന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? ഇന്ന് ലോകത്ത് ഏറ്റവും ക്രിട്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ മിനറൽസ് ഒക്കെ തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അവിടെ ഒരു സസ്റ്റൈനബിൾ പ്രാക്ടീസ് കൊണ്ടുവരണം എന്ന് പറയുന്നത് ഒരു തെറ്റാണോ? അത്രയും ഞാൻ പറയുന്നുള്ളൂ. ഇനി നമ്മളുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ നാച്ചുറൽ റിസോഴ്സസ്, പ്രത്യേകിച്ച് റെയർ എർത്ത് എലമെന്റ്സ് ഇതേപോലെയുള്ള സംഭവങ്ങളെല്ലാം നമ്മളുടെ സംസ്ഥാനം മുൻകൈ എടുത്തുകൊണ്ട് സംസ്ഥാനം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം നമ്മളുടെ സംസ്ഥാനത്തിനുള്ളതാണ്. നമ്മൾക്ക് വേണമെങ്കിൽ ഇത് ആർക്ക് വേണമെങ്കിലും വിൽക്കാം. അപ്പോൾ അവിടെ ഒരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ നാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്ന ജനം ഒരു പപ്പറ്റ് ആയിരിക്കില്ല, ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇനി അവിടെ നിന്ന് കിട്ടുന്ന പൈസ അല്ലെങ്കിൽ അവിടെ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എല്ലാം നമ്മളുടെ സോഷ്യൽ സെക്യൂരിറ്റിയിലേക്കും നമ്മളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലേക്കും ഇൻവെസ്റ്റ് ചെയ്യാം ഡയറക്റ്റ് ഗവൺമെന്റിന്. ഇതെല്ലാമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. നിങ്ങൾ ഇപ്പോഴും പറയുന്നത് ഈ സ്ഥലം മുഴുവനായിട്ട് മൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തേർഡ് പാർട്ടിനെ ഏൽപ്പിക്കാം, നമ്മൾ പറയുന്ന പോലെ ചെയ്യുമെന്നാണ് ചേട്ടന്മാർ പറയുന്നത്. ചേട്ടന്മാരിങ്ങനെ നല്ലതായിട്ട് മൈനിങ് നടക്കുന്ന ഒരു സ്ഥലം കാണിച്ചു തരാൻ പറ്റുമോ? ഇന്ന് ലോകത്തെ പല രാജ്യങ്ങളിലും, ലോകത്തെ പല ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഡെവലപ്ഡ് ആയിട്ടുള്ള രാജ്യങ്ങളിലും ഈ പറയുന്ന മിനറൽസ് ഒക്കെ ഉണ്ടെങ്കിലും അവിടെ ഒരു മുട്ടുസൂചി കനത്തിൽ പോലും കുഴിക്കാനായിട്ട് അവർ സമ്മതിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയോ? അവിടുത്തെ ജനത്തിന് നേരെ ചൊവ്വേ ജീവിക്കാനായിട്ടുള്ള സാഹചര്യം അവിടെ ഉണ്ടാവാത്തത് കൊണ്ടും അത് അവർക്ക് അഷ്യൂർ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടുമാണ്. അതുകൊണ്ടാണ് അവരെല്ലാം ഇതിനെ എതിർക്കുന്നത്. അതുപോലെ തന്നെ ഈ പ്രത്യേകിച്ച് ഈ കോസ്റ്റൽ മൈനിങ് ആയിട്ട് ബന്ധപ്പെട്ടും കരിമണലായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പാർട്ടി വന്ന് കുഴിച്ചു കഴിഞ്ഞാൽ അതിലെ അക്കൗണ്ടബിലിറ്റി, അതിൽ നിന്ന് ജനങ്ങൾക്ക് കിട്ടേണ്ട ബെനിഫിറ്റ്, ഇതൊന്നും കിട്ടാത്ത അവസ്ഥ ഇന്നും ഉണ്ട്. അതുകൊണ്ടാണ് കേരള സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് ഇതേപോലെയുള്ള മൈനിങ് പ്രോജക്റ്റും ഇതുപോലെ എത്തുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾക്ക് കേരളത്തിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് പോയി പ്രതിഷേധിക്കാനും അല്ലെങ്കിൽ ഇവിടെയുള്ള മുഖ്യമന്ത്രിയെ പോയിട്ട് നമ്മളുടെ പ്രതിഷേധം അറിയിക്കാനും പറ്റും. പുറത്തു നിന്ന് ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോകും? ഡൽഹിയിൽ വരെ ട്രെയിൻ കയറി പോയി എത്ര പേർക്ക് പോകാൻ പറ്റും? അല്ലെങ്കിൽ എത്ര പേർക്ക് അവിടെ പോയി ആൾക്കാരെ ആക്സസ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഇത്രയും ചിന്തിച്ചാൽ മതി. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ഇവിടെ ഒരു ഫെഡറൽ സിസ്റ്റമാണ് നിലവിലുണ്ടായിരുന്നത്. ഇന്നതില്ല. അപ്പൊ ഇവിടുത്തെ അക്കൗണ്ടബിലിറ്റി ഒരിക്കലും നമ്മളുടെ സംസ്ഥാന സർക്കാരിന് ഉറപ്പാക്കാൻ പറ്റുന്നതല്ല. അപ്പൊ അതുകൊണ്ട് ഇതുപോലെയുള്ള പ്രോജക്റ്റുകൾ, എസ്പെഷ്യലി ഇതേപോലെയുള്ള നാച്ചുറൽ റിസോഴ്സസ് മൈനിങ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ, ഇത് ഗവൺമെന്റ് അല്ലെങ്കിൽ നമ്മളുടെ സംസ്ഥാന ഗവൺമെന്റ് മുൻകൈ എടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യേണ്ട പ്രോജക്റ്റുകളാണ്. ഞാൻ പറയുന്നതിനോട് വിയോജിപ്പുള്ള ആൾക്കാരുണ്ടാവും, ചിലപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ്. ഇന്ന് ലോകത്തിലുള്ള പല രാജ്യങ്ങളും, എസ്പെഷ്യലി നമ്മുടെ രാജ്യമെല്ലാം കടമെടുത്തുകൊണ്ട് തന്നെയാണ് പല പ്രവർത്തികളും പല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും കാര്യങ്ങളും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നെഗറ്റീവ് വശങ്ങളും നമ്മൾ തന്നെയാണ് അനുഭവിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ഇതേപോലെ കടമെടുത്തുകൊണ്ട് ഇതേപോലത്തെ ഒരു പ്രോജക്റ്റിന് മുൻകൈ എടുത്ത് ചെയ്തുകൂടാ? എന്നാൽ മാത്രമേ ഇതിൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് വിശ്വസിക്കുന്ന വളരെ ചുരുക്കം ചില ആളുകളിൽ ഒരാളാണ് ഞാനും.
ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ തെറി വിളിച്ചുകൊണ്ട് നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ വരും. നമ്മളെ അബ്യൂസീവായിട്ടുള്ള കമന്റുകൾ പ്രകാരം അല്ലെങ്കിൽ നമ്മളുടെ ഫാമിലിയൊക്കെ അബ്യൂസ് ചെയ്യപ്പെടുന്ന കമന്റുകൾ വെച്ചുകൊണ്ട് നിങ്ങൾ നമ്മളെ ഡിഫെൻഡ് ചെയ്യാൻ വരും. ചേട്ടാ, ഞങ്ങൾക്ക് നിങ്ങളോട് ഒരു എതിർപ്പുമില്ല, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷെ നിങ്ങൾ കൈയടിക്കുന്നത് ജനങ്ങൾക്കെതിരാണ് എന്ന് കൂടി നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ കൈയടിക്കുന്നത് ഈ സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങൾക്ക് കൂടി എതിരാണ്. ഈ സംസ്ഥാനത്തിന്റെ റിസോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള നാച്ചുറൽ റിസോഴ്സും ഇവിടെയുള്ള ജനങ്ങളുമാണ്. ഇത് രണ്ടും ഇല്ലാതെ നിങ്ങൾക്ക് ആർക്കു വേണ്ടിയാണ് കൈയടിക്കുന്നത്? ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ടീമിന് വേണ്ടിയാണോ? നിങ്ങൾ ഇത്രയും ആലോചിച്ചാൽ മതി. നാളെ നമ്മൾ ഖനനം ചെയ്യുന്നു, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മൾക്കത് പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാം. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം സംസ്ഥാന സർക്കാരിലേക്ക് കൊണ്ടുവരാം. അതിൽ നിന്ന് നമ്മളുടെ ഹെൽത്ത്, ആരോഗ്യ മേഖല, അവിടുത്തെ റിസോഴ്സസ്, ഇപ്പൊ നിങ്ങൾ പലരും പറയുന്ന പോലെ ദുബായിലെ അല്ലെങ്കിൽ കുവൈറ്റിലെ അല്ലെങ്കിൽ അബുദാബിയിലേക്ക് ഗവൺമെന്റ് അവിടുത്തെ ആൾക്കാർക്ക് കൊടുക്കുന്ന കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അവരുടെ അക്കൗണ്ടിലേക്ക് പൈസകൾ ഇട്ട് കൊടുക്കും. അവർക്ക് വേണ്ട ബെനിഫിറ്റ്സ്, അവർക്ക് വേണ്ട വിദ്യാഭ്യാസം, അവർക്ക് വേണ്ട ആരോഗ്യം, അവർക്ക് വേണ്ട വിദേശ യാത്രക്കുള്ള പണം എല്ലാം കൊടുക്കുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള പണങ്ങൾ കൊടുക്കുന്നത് ഇതിൽ നിന്നൊക്കെ കണ്ടെത്തിക്കൊണ്ടാണ്. അപ്പൊ നിങ്ങൾ പറയുന്നതും ഞാൻ പറയുന്നതും തമ്മിൽ വളരെ വലിയൊരു വ്യത്യാസമുണ്ടെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. സംസ്ഥാനത്തിലെ റിസോഴ്സസ് അത് സംസ്ഥാന ഗവൺമെന്റ് അക്കൗണ്ടബിലിറ്റി എടുത്തുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് മുമ്പോട്ട് വരേണ്ടതാണ്. അതിനുവേണ്ടി സംസാരിക്കുന്ന എന്നെ പോലെ കുറെ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ട്. നമ്മളെ തെറി വിളിച്ചുകൊണ്ടോ, നമ്മളെ ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ നമ്മൾക്കെതിരെ വെല്ലുവിളി നടത്തിക്കൊണ്ടോ ഒക്കെ നിങ്ങൾ സംസാരിക്കുന്നത്, നിങ്ങൾ എതിർക്കുന്നത് ഇവിടത്തെ സംസ്ഥാനത്തിലെ ജനങ്ങളെയാണ്, ഇവിടത്തെ പ്രകൃതി വിഭവങ്ങളെയാണ്. ഇതിനു വേണ്ടി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ പ്രകൃതി സ്നേഹികളാരും ഇതുവരെ മുമ്പോട്ട് വരുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടായിരുന്നോ? നിങ്ങൾ ആരും ഇപ്പൊ കാണില്ല. കാരണം കിട്ടേണ്ടതുപോലെ കിട്ടിക്കഴിഞ്ഞാൽ പലരുടെയും കീശ വീർക്കുമ്പോൾ അവർ മിണ്ടാതിരിക്കും. പക്ഷെ ഞങ്ങൾ എന്തായാലും മിണ്ടാതിരിക്കാനായിട്ട് ഉദ്ദേശമില്ല. ഞങ്ങൾക്കൊക്കെ ഇതിനേക്കാളൊക്കെ വലിയ ഓഫറുകൾ വന്നിട്ടുണ്ട്. ഞങ്ങൾ സംസാരിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾ അറിയേണ്ട വിഷയങ്ങൾ, ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ സംസാരിക്കാത്ത വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മളെ മുദ്രകത്തപ്പെടുന്നത് രാജ്യവിരോധി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. അല്ല, ഈ രാജ്യം എന്ന് പറയുന്നത് അവിടുത്തെ നാച്ചുറൽ റിസോഴ്സസും അവിടുത്തെ ജനങ്ങളും എല്ലാം കൂടി തന്നെയാണ്. ഞങ്ങൾ സംസാരിക്കുന്നത് ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും അവിടുത്തെ ഈ ഒരു പ്രകൃതിക്ക് വേണ്ടിയിട്ടും തന്നെയാണ്. അപ്പൊ മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക, അല്ലാത്തവർ അല്ലാതെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ടും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക, എവിടെയാണ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള മൈനിങ് പ്രാക്ടീസസ് ഇന്ന് ഭൂമിയിൽ നടക്കുന്നത്? ഈ നടക്കുന്ന പ്രാക്ടീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചു തരാം, ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ തിരുത്താം. ഇന്ന് ഓസ്ട്രേലിയയിൽ നിന്നും മറ്റു പല ഭാഗങ്ങളിൽ നിന്നും ഇന്തോനേഷ്യയിൽ നിന്നടക്കം നമ്മളുടെ നാട്ടിലെ കൂട്ടുകാരനെ ചവിട്ടി പുറത്താക്കിയത് ഇതൊന്നും അഷ്വർ ചെയ്യാൻ പറ്റാത്ത കൊണ്ടാണ്. അവിടെ അഷ്വർ ചെയ്യാൻ പറ്റാത്ത എന്താണ് നമ്മളുടെ നാട്ടിൽ ഇവർക്ക് അഷ്വർ ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ നമ്മൾ സംസാരിക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇവിടുത്തെ ജനങ്ങൾ നിൽക്കേണ്ടത് ഞങ്ങളുടെയും കൂടി സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഞങ്ങൾ കൂടുതൽ വിഷയങ്ങൾ ഇതേപോലെ സംസാരിക്കും, കൂടുതൽ വിഷയങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കും. അപ്പോൾ വീണ്ടും സന്ധിക്കും വരേക്കും വണക്കം.